ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അധ്യായം 272. യാതൊരുവിധ പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ നമ്മളെ സഹായിക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അവർ ചിലപ്പോൾ ഇന്നുവരെ നമ്മൾ അറിയാത്ത വ്യക്തികളായിരിക്കും. ദൈവത്തിന് തുല്യം അവർ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും. അങ്ങനെയുള്ള 3 വ്യക്തികളാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന കാര്യം നീലിമക്ക് തോന്നി. അവരോടുള്ള കടപ്പാടും നന്ദിയും കാരണം അവളുടെ ഹൃദയം വെങ്ങി. അത് കണ്ട് നാൻസി അവളെ ചേർത്ത് പിടിച്ചു. അയ്യേ, കരയാണോ? ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. നോക്ക്, ഈ സമയത്ത് ഹാപ്പി ആയിരിക്കില്ലേ വേണം. അവർ നീലിമയെ സമാധാനിപ്പിച്ചു. എന്തിനോ അവരുടെ കണ്ണുകളും നിറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട്, ഞാൻ മരണം വരെ മറക്കില്ല. നീലിമ വീണ്ടും പറഞ്ഞു. മോളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ നന്ദിയുടെ ഒന്നും ആവശ്യമില്ലെന്ന്. നമ്മൾ കണ്ടുമുട്ടണമെന്ന് ദൈവം വിചാരിച്ചത്. ഞങ്ങൾ മോൾക്ക് കാവൽ നിൽക്കണമെന്നും ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മോളെ ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയത്. വിഷമിക്കാതെ സന്തോഷമായിട്ടിരിക്ക്, നാൻസി സൗമ്യമായി പറഞ്ഞു. എന്നാലും ഞാൻ നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തു ആന്റി. അത്രക്കും നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അവൾ കണ്ണുകൾ അമർത്തി തുടക്കുന്ന നിലയിൽ പറഞ്ഞു. അത് കേട്ട് എബ്രഹാം മുന്നിലേക്ക് വന്നു. തൽക്കാലം സഹായത്തിന്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. മോൾ ആദ്യം ആരോഗ്യത്തോടെ ഇരിക്ക്. വയറ്റിലുള്ള കുഞ്ഞിനിപ്പോൾ ആവശ്യം അമ്മയുടെ സന്തോഷമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട. എന്തുണ്ടെങ്കിലും മോൾക്ക് ഞങ്ങളുണ്ട്, അദ്ദേഹം പറഞ്ഞു. അത് കേട്ട് നാഥൻ ചിരിച്ചു. അതെ, അതാണ് ശരി. വെറുതെ ഇരുന്നിങ്ങനെ സെന്റി അടിക്കാതെ പപ്പയും അമ്മയും പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയായിരിക്ക്. അവൻ കൂടി ഏറ്റുപിടിച്ചു. നീലിമ സമ്മതം കൊണ്ട് തന്നെ തല കുലുക്കി. അവളുടെ കൂടെ അവർ കുറെ നേരം ചെലവഴിച്ചു. പിന്നെ അവളെ റെസ്റ്റ് എടുക്കാൻ അനുവദിച്ചു കൊണ്ട് തന്നെ അവർ അവിടെ നിന്നും പോയി. നീലിമയുടെ മനസ്സിൽ സമാധാനം നിറഞ്ഞു. എങ്കിലും അശ്വിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തൊക്കെ അവൾക്ക് വല്ലാത്ത സങ്കടമാണ്. എടുത്തു ചാടി താൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തന്റെ ആരോഗ്യത്തിനെ പൂർണ്ണമായിട്ടും ബാധിക്കും. അപ്പൊ പിന്നെ വയറ്റിലുള്ള കുഞ്ഞിനെ ജീവനോടെ ലഭിക്കില്ല. അച്ചുവിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കുറച്ചു ദിവസം ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് അവൾ മനസ്സിലുറപ്പി. അവൾ പതിയെ കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് ചാഞ്ഞു. അപ്പോഴും ഒരു കൈ കരുതലോടുകൂടെ തന്നെ അവൾ അവളുടെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച്. സിദ്ധാർത്ഥന്റെ ജീവിതം വളരെ മോശമായി തുടങ്ങിയിരിക്കുന്നു. ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനായി അച്ഛനെ കാണാൻ വീട്ടിലേക്ക് വന്നതായിരുന്നു. അന്ന് നേരം വൈകിയപ്പോൾ അവിടെ തന്നെ അവൻ താമസിച്ചു. അതിരാവിലെ തന്നെ സിദ്ധാർത്ഥ് ബെഡ്റൂമിലെ TV ഓൺ ചെയ്തു. അവനും ലാവണ്യവും തമ്മിലുള്ള വിവാഹ വാർത്തകളാണ് മീഡിയകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വിശ്വ ഗ്രൂപ്പ് CEO സിദ്ധാർത്ഥ് വിശ്വനാഥനും ലാവണ്യവും തമ്മിലുള്ള വിവാഹത്തിന്റെ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വിവാഹത്തോടനുബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം? താരമുഹൂർത്തവും ബിസിനസ് ലോകവും ഒരുപോലെ തന്നെ കാത്തിരിക്കുന്ന വിവാഹമാണ്. എല്ലാ ചാനലുകളിലും ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടപ്പോൾ ദേഷ്യം വന്നുകൊണ്ടതിന് സിദ്ധാർത്ഥ TV ഓഫ് ചെയ്തു. പിന്നീട് റിമോട്ട് ശക്തമായി തറയിലേക്ക് വലിച്ചെറിഞ്ഞു. സിദ്ധാർത്ഥന് ശരിക്കും ആ സമയത്ത് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. നീലിമ, നിന്നെ എത്ര ദിവസമായി ഞാൻ തിരഞ്ഞു നടന്നു. എന്റെ കൺമുന്നിൽ നിന്നും നീ എങ്ങോട്ടാണ് ഒളിച്ചിരിക്കുന്നത്? അവൻ മനസ്സിൽ ചോദിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ ബെഡിലേക്ക് കിടന്നുകൊണ്ടതിന് തലവഴി പുതുപ്പിട്ടു. സിദ്ധു, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായല്ലോ. ഡോറരികിൽ നിന്നും ഗീതാമ്മയുടെ ശബ്ദം കേട്ടു. പക്ഷേ അവൻ അവരോടൊന്നും തന്നെ പ്രതികരിച്ചില്ല. സിദ്ധു, എഴുന്നേൽക്ക്, നിന്നോട് എഴുന്നേൽക്കാനാ പറഞ്ഞത്. അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നാ പിന്നെ ആകെ വഴക്കായിരിക്കും. അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവർ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. അമ്മ പോയിക്കോളൂ, ഞാൻ വന്നോളാമെന്ന് അവൻ ഗൗരവത്തോടുകൂടെ പറഞ്ഞു. ഒപ്പം പുതുപ്പ് മാറ്റിക്കൊണ്ട് തന്നെ അവിടെ തന്നെ എഴുന്നേറ്റു. അവർക്ക് മകന്റെ സ്വഭാവം വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പിന്നീടൊന്നും പറയാതെ അവർ നേരെ താഴേക്ക് പോയി. കുറെ നേരം ബെഡിലിരുന്നതിന് ശേഷം സിദ്ധു നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. പിന്നെ റൂം വിട്ട് താഴേക്ക് ഇറങ്ങി. ലിവിംഗ് റൂമിൽ ചെന്ന് കയറുമ്പോൾ തന്നെ വിശ്വനാഥൻ ഒരു ന്യൂസ് പേപ്പറും കൊണ്ട് ഇരിക്കുന്നത് അവൻ കണ്ടു. പക്ഷേ അവൻ അയാളെ ഗൗനിച്ചില്ല. സിദ്ധു, എന്തൊരു കോലമാണിത്? ഗീത നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെന്ന് കഴിക്ക്. കല്യാണമാകുമ്പോഴേക്കും ഒന്ന് ഉഷാറാവണ്ടേ? വിശ്വനാഥൻ പറഞ്ഞു. സിദ്ധാർത്ഥ് അവന്റെ ദേഷ്യം കടിച്ചമർത്തി. പിന്നെ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. വിശ്വനാഥനെ ഒന്ന് നോക്കാനും പോലും അവന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അവന്റെ ദേഷ്യം അയാളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു. ഗീതാമ്മയും അത് ശ്രദ്ധിച്ചിരുന്നു. വിശ്വേട്ട, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കിയേ. പത്രമൊക്കെ പിന്നെയും വായിക്കാലോ. വല്ലപ്പോഴുമാണ് ഇങ്ങനെയൊന്ന് ഒരുമിച്ചിരിക്കാൻ അവസരം കിട്ടുന്നത്. ഗീതാമ്മ വിഷയം മാറ്റാൻ എന്നതുപോലെ സംസാരിച്ചു. അന്നേരം അയാളൊന്നും തന്നെ മിണ്ടിയില്ല. നിശബ്ദമായി മറ്റെന്തോ ചിന്തയിലായിരുന്നു അയാൾ. അതിനുശേഷം സിദ്ധാർത്ഥിനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. സിദ്ധു, വിവാഹത്തിനുള്ള നിങ്ങളുടെ വെഡ്ഡിംഗ് കോസ്റ്റ്യൂം നോക്കുന്നില്ലേ? അതുപോലെ തന്നെ റിസപ്ഷനും ഗ്രാൻഡ് അതിൻ്റെയൊക്കെ ഡ്രസ്സും സെലക്ട് ചെയ്യാൻ. അപ്പൊ അത് ഗീതാമ്മ പറഞ്ഞത്. അതെ, ഡ്രസ്സ് എല്ലാം സെലക്ട് ചെയ്യാനുണ്ട്. ഇനി ഏതായാലും അധിക സമയമൊന്നും ഇല്ലല്ലോ. ലാവണ്യമോളും ഡ്രസ്സൊന്നും എടുത്തു തീർന്നിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം അല്ലേ? അതല്ലേ നല്ലത്? ഞാൻ എന്നാ മോളോട് കാര്യം വിളിച്ചു പറയട്ടെ. ഗീതാമ്മ ഭർത്താവിനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഭക്ഷണം കഴിക്ക്, ഞാൻ ചെല്ലട്ടെ. സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ നിശബ്ദനായിക്കൊണ്ടതിന് മുകളിലേക്ക് പോവാനൊരുങ്ങി. അവിടെ ഇരിക്ക് സിദ്ധു. അവന്റെ തണുത്ത ആ ഒരു പ്രതികരണം ഇഷ്ടപ്പെടാതെ വിശ്വനാഥൻ അലറി. അന്നേരം ഗീതാമ്മക്ക് ഭയം തോന്നി. അച്ഛനും മകനും തമ്മിലൊരു വീണ്ടും ഒരു പ്രശ്നമുണ്ടാവാനൊന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല. സിദ്ധു മോനെ പ്ലീസ്, അമ്മ പറയുന്നതൊന്ന് കേൾക്ക്, നീ ഇവിടെ വന്നിരിക്ക്. ഗീതാമ്മ സിദ്ധാർത്ഥിനെ പുറകിൽ നിന്നും വിളിച്ചു. അത്ര പെട്ടെന്നൊന്നും ഇവർക്കിടയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവൻ അവർക്കെതിരായി ഒരു ചൂടിൽ വന്നിരുന്നു. ലഞ്ചിന് ശേഷം എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഏതായാലും ഷോപ്പിങ്ങിനൊന്നും പോവാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലാവണ്യക്കൊപ്പം വെഡ്ഡിംഗ് ഡ്രസ് എടുക്കാൻ വേറെ ആളെ നോക്കിക്കോളൂ. അവൻ അങ്ങനെ ഭാവരഹിതമായ മുഖത്തോടു കൂടെ പറഞ്ഞു. അതെ, ഉച്ചക്ക് നിനക്ക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് സിദ്ധു. എന്നിട്ട് ലാവണ്യക്കൊപ്പം നീ ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കണം. ഇത് എന്റെ തീരുമാനമാണ്, വിശ്വനാഥൻ കനത്ത സ്വരത്തിൽ ആജ്ഞാപിച്ചു. മോനെ, അമ്മ പറയുന്നതൊന്ന് അനുസരിക്ക്. ബിസിനസ് കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. ഇത് നിന്റെ വിവാഹത്തിന്റെ കാര്യമാണ്, നിന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊക്കെയല്ലേ നമ്മൾ സമയം മാറ്റി വെക്കേണ്ടത്. അതുകൊണ്ട് ആ മീറ്റിംഗ് നീ അങ്ങ് ചേഞ്ച് ചെയ്യ്. എന്നിട്ട് നീ ലാവണ്യ മോളോടൊപ്പം ഷോപ്പിങ്ങിന് പോയിക്കോ. അത് നിനക്ക് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഗീതാമ്മ വളരെ സമാധാനപൂർവ്വമായിട്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. അന്നേരം സിദ്ധാർത്ഥ് അവന്റെ മാതാപിതാക്കളെ വെറുപ്പോടുകൂടെ നോക്കി. ഉച്ചയ്ക്ക് ശേഷമുള്ള മീറ്റിംഗ് എനിക്കൊരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ചും ആ ലാവണ്യക്ക് വേണ്ടി. അവൾ ഇഷ്ടമുള്ളത് ഒറ്റയ്ക്ക് പോയി സെലക്ട് ചെയ്തോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അവളെപ്പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്റെ സമയം വേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഇന്നും പറയുന്നു, അവളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സിദ്ധാർത്ഥ് ഉറപ്പോടുകൂടെ പറഞ്ഞു. അന്നേരം വിശ്വനാഥന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. സിദ്ധു, നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല സിദ്ധു. നീ അവൾക്കൊപ്പം ഷോപ്പിങ്ങിന് പോയേ. അല്ല, നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ നിന്റെ മാത്രം നഷ്ടമായിരിക്കും. നമ്മുടെ കമ്പനിയിൽ പിന്നെ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ നന്നായി ആലോചിച്ച നിനക്ക് നല്ലത്, വിശ്വനാഥൻ അങ്ങനെ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥന് തന്റെ അച്ഛനെ നോക്കിയിട്ട് പുച്ഛിച്ച് ചിരിക്കാൻ തോന്നി. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം നീലിമ എവിടെയാണ് ഇപ്പോഴുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ സ്ഥാനം ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും സിദ്ധാർത്ഥ് അവളെ അന്വേഷിക്കുന്നത്. അത് ചിന്തിക്കുന്നതോടുകൂടി തന്നെ അവന്റെ മുഖം വിരണ്ടു. അവന്റെ നോട്ടവും രൂക്ഷമായി. ലാവണ്യെ അവന് നല്ല സംശയമുണ്ട്. നീലിമയെ കാണാതായതിന്റെ പുറകിൽ അവൾക്ക് പങ്കുണ്ടെന്ന കാര്യം ഇപ്പോഴും സിദ്ധാർത്ഥ് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീലിമയെ കണ്ടെത്തുന്നതുവരെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം കൈകാര്യം. തന്റെ നിസ്സഹായതയിൽ സിദ്ധാർത്ഥിന് അമർഷം തോന്നി. അവന്റെ തീക്ഷ്ണമായ നോട്ടം കണ്ടുകൊണ്ട് തന്നെ ഗീതാമ്മ, സിദ്ധു നീ എന്തായി ചിന്തിക്കുന്നത്? ഗീതാമ്മ പരവേശത്തോടുകൂടി ചോദിച്ചു. ഓക്കെ, നിങ്ങളുടെ തീരുമാനങ്ങളോട് ഞാൻ യോജിക്കുന്നു. കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ നടക്കും. എന്തായാലും ഡേറ്റ് നേരത്തെ തന്നെ ഞാൻ സമ്മതിച്ചു. സിദ്ധാർത്ഥിന്റെ മനോഭാവം മാറുന്നത് കണ്ട് വിശ്വനാഥൻ സംതൃപ്തിയോടുകൂടെ തന്നെ നീ ഞങ്ങളെ എതിർക്കില്ലെന്ന് എനിക്ക് നന്നായി. ശരി, എനിക്ക് തന്ന പ്രോമിസ് നീ മറക്കരുത്, വിശ്വനാഥൻ പറഞ്ഞു. സിദ്ധാർത്ഥ് അന്നേരം ഒന്ന് തലയാട്ടിക്കൊണ്ട് നേരെ മുകളിലേക്ക് കയറി. ലാവണ്യ, നിന്റെ തെറ്റുകളൊന്നും ഇവിടെ വെളിപ്പെടാതിരിക്കട്ടെ, അല്ല മറിച്ച് സംഭവിച്ചാൽ നിന്റെ വിധി പിന്നെ ഞാൻ തീരുമാനിക്കും, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതേ സമയത്തിന് സിദ്ധാർത്ഥിന്റെ ചിന്തകളൊന്നും അറിയാതെ ലാവണ്യ കല്യാണത്തിന്റെ തിരക്കിലായിരുന്നു. എന്തായി കാര്യങ്ങൾ? വെഡ്ഡിംഗ് ഷെഡ്യൂൾ എന്താ സെറ്റായില്ലേ? ലാവണ്യ അസിസ്റ്റന്റിനോട് ചോദിച്ചു. അതേ മാഡം, എല്ലാ കാര്യങ്ങളും മാഡം ആഗ്രഹിച്ചതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഒരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു. വെരി ഗുഡ്. ലാവണ്യയുടെ മനസ്സിലെ സന്തോഷം മുഖത്തും നിറഞ്ഞിരുന്നു. അവളുടെ മനസ്സിലേക്ക് നീലിമയുടെ മുഖം കടന്നു. ചുണ്ടുകളിൽ പരിഹാസം നിറയുന്നുണ്ടായി. എന്തിനാ നീലിമ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? അതുകൊണ്ടല്ലേ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇത്രയും അധികം അനുഭവിക്കേണ്ടി. അവസാനം നീ ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷം. ഇപ്പൊ കണ്ടില്ലേ, ദേ ഈ കളിയിൽ ഞാൻ തന്നെ ചെയ്യും. ലാവണ്യ അങ്ങനെയൊക്കെ അഹങ്കാരത്തോടുകൂടെ ലാവണ്യയുടെ മനസ്സിൽ നീലിമ മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സിദ്ധാർത്ഥവുമൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി. ആ ഒരു സ്വപ്നത്തിൽ അവൾ പൂർണ്ണമായിട്ടും മുഴുകി. ഇനി ഒരാൾക്കും തന്നെ അവനിൽ നിന്നും പിരിക്കാൻ കഴിയില്ലെന്ന് അവൾ വിശ്വസിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന അസിസ്റ്റന്റിൽ നിർവികാരതയായി. പ്രത്യക്ഷത്തിൽ ലാവണ്യ ഒരു പാവമാണെന്ന്, പക്ഷേ ശരിക്കും അവൾ എത്രമാത്രം ക്രൂരയായ സ്ത്രീയാണെന്ന് അവൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അസിസ്റ്റന്റിന് അവളെ വളരെയധികം ഭയം. എത്രയും പെട്ടെന്ന് തന്നെ മാരേജിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ മീഡിയയിൽ കൊടുക്കണം, ലാവണ്യ പെട്ടെന്ന് പറഞ്ഞു. അസിസ്റ്റന്റ് ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്നു. ഓക്കെ മാഡം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. ലാവണ്യ ഉടനെ തന്നെ ചെയറിലേക്ക് അങ്ങ് ചാഞ്ഞിരുന്നു. അവളുടെ ചുണ്ടുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. ഒടുവിൽ സിദ്ധാർത്ഥ് എന്റേതാകാൻ പോകുന്നു. ഈ മത്സരത്തിൽ ഞാനാണ്. എന്തൊക്കെ ചെയ്തിട്ടും എന്നെ തോൽപ്പിക്കാനൊന്നും ആർക്കും കഴിഞ്ഞില്ല, ആർക്കും.
അവൾ ഭ്രാന്തമായി പുലമ്പിക്കൊണ്ട് വാതിലിന് പുറത്തു നിന്ന് കാണുമ്പോൾ ആ ചിരിയിൽ അസ്വസ്ഥതയോടെ തന്നെ കണ്ണടച്ചിരുന്നു. ഇതേ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർച്ചയുടെ വക്കിലെത്തി. നീലിമയെ കണ്ടെത്തുന്നതിലും അശ്വിനെ പരിപാലിക്കുന്നതിലും മാത്രമായിരുന്നു അവന്റെ ശ്രദ്ധ. മീഡിയക്കാർ കൊട്ടിഘോഷിക്കുന്ന അവന്റെ വിവാഹ വാർത്തകളൊന്നും തന്നെ സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു. അവൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഓഫീസിലേക്ക് അപ്പോഴാണ് ടേബിളിൽ കിടന്നിരുന്ന ഒരു മാസിക അവൻ കണ്ടത്. അത് കണ്ടതോടുകൂടി തന്നെ സിദ്ധാർത്ഥിന്റെ നെറ്റി ചുളിഞ്ഞു. അതിന്റെ കവർ പിക്ചർ ലാവണ്യായിരുന്നു. സിദ്ധാർത്ഥിന്റെ മുഖം കടുത്തു. വാട്ട് ഈസ് ദിസ്? ദേഷ്യത്തിൽ അവൻ മനീഷിനെ നോക്കി ചോദിച്ചു. അവൻ ആശങ്കയോടുകൂടി തന്നെ സിദ്ധാർത്ഥിനെ നോക്കി. ബോസ്, ഇതൊക്കെ ലാവണ്യ മാഡം കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നു. മനീഷ് അവന്റെ നിഗമനം വ്യക്തമാക്കി. അന്നേരം സിദ്ധാർത്ഥ ദേഷ്യം കൊണ്ട് തന്നെ മുഷ്ടിച്ചുരു. അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കം അവൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അത് തടയാനുള്ള മുൻകരുതൽ തീർച്ചയായിട്ടും എടുക്കാമാ. ബോസ്, ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം. എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? മനീഷ് ചോദിച്ചു. അത് വിട്ടേക്ക്, അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടട്ടെ, സിദ്ധാർത്ഥ് പറഞ്ഞു. തൽക്കാലം അവളെ നേരിടാനൊന്നും അവന് താല്പര്യമില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവളെ കൊണ്ട് കൂടുതൽ ശല്യമായിരിക്കുമെന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു. ഇതേ സമയത്തന്നെ ഇവരുടെ സംഭാഷണമെല്ലാം തന്നെ ഓഫീസിലെ സ്റ്റാഫായ ദീപക് കേൾക്കാനിടയായി. എന്നിട്ട് അത് മറ്റുള്ളവരോടുകൂടി ഷെയർ ചെയ്യാനും അവൻ ആഗ്രഹിച്ചു. അതിനാൽ ദീപക് വേഗം തന്നെ അവരുടെ സംസാരം റെക്കോർഡ് ചെയ്തതിനു ശേഷം അവിടെ നിന്നും ഓടി. വലിയൊരു രഹസ്യം പോലെ സിദ്ധാർത്ഥിന്റെയും മനീഷിന്റെയും ഈ ഒരു സംസാരം അവൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. മാസികയും അതിലുള്ള വിവാഹ വാർത്തയും ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നു. തന്നിഷ്ടപ്രകാരമാണ് ലാവണ്യ മാസികയിൽ ആ ഒരു ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതവൻ എല്ലാവരോടും പറഞ്ഞു. അതിനെതിരെ സിദ്ധാർത്ഥിന്റെ പ്രതികരണം എന്താണ്? അതറിയാൻ തന്നെയായിരുന്നു സ്റ്റാഫുകൾക്കെല്ലാം തന്നെ ആകാംക്ഷയുണ്ടായിരുന്നു. ലാവണ്യ മേഡത്തെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. മനീഷ് സിദ്ധാർത്ഥിനോട് പറഞ്ഞ അതേ വാക്കുകൾ അയാളും ആവർത്തിച്ചു. മരണവാർത്ത കേട്ടതുപോലെ എല്ലാവരുടെയും മുഖം ഒരു നിമിഷം കൊണ്ട് ദീപക് കേട്ടത് തെറ്റായി പോയതാകാമെന്ന് അവർ കരുതി. ബോസിന്റെ സമ്മതമില്ലാതെ ആ സ്ത്രീ അങ്ങനെ ചെയ്തെങ്കിൽ ബോസ് ഉറപ്പായിട്ടും ക്ഷമിക്കും. പക്ഷേ ഞാൻ ഈ കേട്ടതൊക്കെ പകൽ പോലെ സത്യമാണെന്ന് ദീപക് തറപ്പിച്ചു. അയ്യോ, ഇനി ആ സ്ത്രീയെ സഹായിക്കണം. ബോസിനാ നീലിമ അങ്ങ് കല്യാണം കഴിച്ചാ പോരാ. അവരെത്ര പാവമായിരുന്നു. ഓഫീസിലെ ലിസി എന്നൊരു സ്റ്റാഫ് അഭിപ്രായം. പതിയെ ഓരോ സ്റ്റാഫുകളായിട്ട് അവരുടെ ചിന്താഗതി വ്യക്തമാക്കിക്കൊണ്ട് ലാവണ്യെ എല്ലാവരും കുറ്റപ്പെടുത്തി ശാപവാക്കുകൾ പറഞ്ഞു. അവർക്കാർക്കും ഒട്ടും ഈ ബന്ധം അംഗീകരിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നീലിമയെ പുകഴ്ത്തി. അവർ അവളുടെ തിരിച്ചുവരവിനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഇനി ആ ലാവണ്യ നീലിമയെ വല്ലതും ചെയ്തു കാണുമോ? ഇടയിൽ ആരോ ആശങ്ക പ്രകടിപ്പിച്ചു. അങ്ങനെയൊന്നും സംഭവിച്ചു കാണില്ല. ചിലർ ആത്മവിശ്വാസത്തോടുകൂടെ ചർച്ചകൾ അങ്ങനെ നീണ്ടു. എല്ലാവർക്കും നീലിമ സൗമ്യമായ ഒരു മാലാകയും ലാവണ്യ ഒരു ദുഷ്ടയായ രാക്ഷസിയുമായി. ഓഫീസിൽ അങ്ങനെ പലതരം ഗോസിപ്പുകൾ അവിടെയുള്ള ശാന്തമായ അന്തരീക്ഷം വിവാദമായ നിമിഷത്തിലേക്ക് ദീപക് മാറ്റി. വൈകാതെ തന്നെ ഈ വാർത്ത ലാവണ്യയുടെ അടുത്തും എത്തിച്ചേർന്നി. സിദ്ധാർത്ഥിന്റെ ഓഫീസിൽ നിന്ന് തന്നെ അവിടുത്തെ വാർത്തകൾ ലീക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായി. വിവാഹ നിശ്ചയത്തോടെ ഇനി ലാവണ്യയുടെ കയ്യിലായിരിക്കും സിദ്ധാർത്ഥിന്റെ മനസ്സിന്റെ താക്കോലെന്ന് ചിലരൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവളെ പാട്ടിലാക്കാൻ അവരൊക്കെ ശ്രമിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലാവണ്യയുടെ ക്ഷമ നശിച്ചു. അവൾ അക്രമാസക്ത. ഇതെല്ലാം കണ്ടുകൊടുത്തിന് ആ വാർത്ത എത്തിച്ചവൾ തന്നെ ഊറിച്ചു. ഇതേ ഗോസിപ്പിനെ പറ്റി സംസാരിക്കാൻ അവളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ലാവണ്യക്ക് മുൻപിൽ മാത്രം ആ സ്ത്രീ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞിരുന്നു. ഈ ന്യൂസ് ലാവണ്യയുടെ ഓഫീസിലും ഇതേ സ്ത്രീ തന്നെ പറഞ്ഞു പരത്തി. സിറ്റുവേഷൻ എന്താണെന്ന് പെട്ടെന്ന് തന്നെ അറിയാം. എന്നിട്ട് ഈ വാർത്ത സ്പ്രെഡ് ചെയ്ത ആളെ എത്രയും പെട്ടെന്ന് തന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കണം. അങ്ങനെ അവൾ തന്റെ അസിസ്റ്റന്റിനെ നോക്കിയാൽ എല്ലാം കേട്ട് ലാവണ്യക്ക് ആകെ ഭ്രാന്ത് പിടിച്ചു. സ്വന്തം ഓഫീസിലെ ഗോസിപ്പ് കോളത്തിൽ താൻ ഇടം പിടിക്കുമെന്ന് ലാവണ്യ ഒരിക്കൽ പോലും കരുതിയിരുന്നു. നീലിമയുമായിട്ട് തന്നെ താരതമ്യം ചെയ്തതാണ് അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഏറ്റവും വലിയ കാര്യം. നിരാശയും അമർഷവും കാരണം അവളുടെ മുഖം വിവർണമായി. അപ്പോഴും ലാവണ്യയുടെ മനസ്സിൽ നീലിമയോടുള്ള പക ആളിക്ക. അങ്ങനെ ഭ്രാന്തിളകി നിൽക്കുന്ന ലാവണ്യയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലെ തന്നെ ഡെയിലി റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നും വീഡിയോന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചില പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ വീഡിയോക്ക് തരുന്ന സപ്പോർട്ട് പോലെ തന്നെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് തന്നെ സപ്പോർട്ട്. പിന്നെ അതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മാത്രമേ ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അഥവാ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനും പറ്റും. അതിനുള്ള ഓപ്ഷനും വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.